പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ അതിരൂക്ഷമായി തുടരുന്നതിനിടയിൽ ഹോർമുസ് കടലിടുക്കിന് സമീപം അമേരിക്കൻ നാവികസേനയുടെ ഒരു യുദ്ധക്കപ്പലിനെ തങ്ങൾ ലക്ഷ്യമിട്ടതായി ഇറാൻ അവകാശപ്പെടുന്നു. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നീമാണ് സൈന്യത്തെ ഉദ്ധരിച്ച് ഈ വിവരം പുറത്തുവിട്ടത്. എന്നാൽ ഇത്തരം റിപ്പോർട്ടുകൾ പച്ചക്കള്ളമാണെന്നും തങ്ങളുടെ കപ്പലുകൾ സുരക്ഷിതമായി തുടരുകയാണെന്നും അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം ശക്തമായി പ്രതികരിച്ചു. ഇറാന്റെ നാവികസേന ഹോർമുസ് കടലിടുക്കിന് സമീപം നടത്തിയതായി പറയപ്പെടുന്ന ഈ നടപടി പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തെ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. ഇറാൻ ഔദ്യോഗികമായി പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം തങ്ങളുടെ പരമാധികാരവും പ്രാദേശിക അതിർത്തിയുടെ സുരക്ഷിതത്വവും ലംഘിച്ചുകൊണ്ട് ഒമാൻ ഉൾക്കടലിലൂടെ മുന്നോട്ട് നീങ്ങിയ അമേരിക്കൻ നാവികസേനയുടെ ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻട്രൽ കപ്പലിനെ തങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമിക്കുകയായിരുന്നു. ഈ നീക്കത്തെ കേവലം ഒരു സൈനിക നടപടിയായിട്ടല്ല, മറിച്ച് തങ്ങളുടെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ അന്താരാഷ്ട്ര സമുദ്രപാതകളിൽ അമേരിക്ക നിരന്തരം നടത്തിവരുന്ന വെല്ലുവിളികൾക്കും പ്രകോപനങ്ങൾക്കുമുള്ള ഒരു തിരിച്ചടിയായാണ് ഇറാൻ ഭരണകൂടം വിശേഷിപ്പിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷാ ചട്ടങ്ങൾ അമേരിക്ക ലംഘിക്കുന്നുവെന്നും മേഖലയിലെ സമാധാനം തകർക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുവെന്നും ഇറാൻ ശക്തമായി ആരോപിക്കുന്നു. തങ്ങളുടെ സമുദ്ര അതിർത്തിയിലെ സുരക്ഷ ഉറപ്പാക്കാനും ഏതൊരു അധിനിവേശ ശ്രമത്തെയും ചെറുക്കാനും തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇറാൻ സൈനിക നേതൃത്വം ആവർത്തിച്ച് വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ ഈ ആക്രമണ വാർത്ത മേഖലയിൽ വലിയ ആശങ്കയാണ് ഉയർത്തിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കടലിലെ ഇത്തരം ഏറ്റുമുട്ടലുകൾ ആഗോളതലത്തിൽ തന്നെ ഇന്ധന വിതരണത്തെയും വാണിജ്യത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്ന ഭീതിയിലാണ് അന്താരാഷ്ട്ര സമൂഹം. സമുദ്ര സുരക്ഷയുടെ പേരിൽ ഉയർന്നുവരുന്ന ഈ അവകാശവാദങ്ങളും പ്രത്യാരോപണങ്ങളും യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലേക്കാണോ പശ്ചിമേഷ്യയെ നയിക്കുന്നത് എന്ന ആശങ്ക ലോകരാജ്യങ്ങൾക്കിടയിൽ വ്യാപകമായി കഴിഞ്ഞു. ഇറാന്റെ സൈനികവാദങ്ങളെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വളരെ ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. ഇറാൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതവും പച്ചക്കള്ളവുമാണെന്ന് ഔദ്യോഗിക പ്രസ്താവനയിലൂടെ അവർ വ്യക്തമാക്കുകയുണ്ടായി. സമൂഹ മാധ്യമമായ എക്സ് വഴിയാണ് അമേരിക്ക തങ്ങളുടെ നിലപാട് ലോകത്തെ അറിയിച്ചത്. ഒമാൻ ഉൾക്കടലിൽ അമേരിക്കൻ നാവികസേനയുടെ യുദ്ധക്കപ്പലിന് നേരെ ആക്രമണം നടന്നുവെന്ന വാർത്തയിൽ ഒട്ടും കഴമ്പില്ലെന്നും മേഖലയിൽ തങ്ങളുടെ കപ്പലുകളും സൈനിക സംവിധാനങ്ങളും യാതൊരു തടസ്സവും ഇല്ലാതെ പൂർണ്ണ സുരക്ഷയോടെ ദൗത്യങ്ങളുമായി മുന്നോട്ടു പോകുന്നുണ്ടെന്നും പെന്റഗൺ വൃത്തങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞു. ഇറാൻ നടത്തുന്ന ഇത്തരം തെറ്റായ പ്രചാരണങ്ങൾ മേഖലയിലെ സംഘർഷങ്ങളെ ലഘൂകരിക്കുന്നതിന് പകരം കൂടുതൽ സങ്കീർണമാക്കുകയാണെന്നും അമേരിക്കൻ സൈന്യത്തിന്റെ വിശ്വാസ്യതയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ബോധപൂർവമായ നീക്കമാണിതെന്നും പ്രതിരോധ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നു. ഇത്തരമൊരു ആക്രമണം നടന്നിട്ടില്ലെന്ന് അമേരിക്ക ആവർത്തിച്ച് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാക്കേറ്റം സൈനിക തലത്തിൽ വലിയൊരു നയതന്ത്ര പ്രതിസന്ധിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സമുദ്രമേഖലയിലെ തങ്ങളുടെ സാന്നിധ്യം സുരക്ഷിതമാണെന്ന് ഉറപ്പിച്ചു പറയുന്നതിലൂടെ ഇറാന്റെ പ്രകോപനപരമായ പ്രസ്താവനകളെ അന്താരാഷ്ട്ര തലത്തിൽ തള്ളിക്കളയാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ഈ സംഭവത്തിന് തൊട്ടു മുൻപായി ഇറാൻ കുവൈറ്റിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കു നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണം വലിയ നാശനഷ്ടങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഇതിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും അത് അമേരിക്കൻ നിർമ്മിത പാട്രിയറ്റ് പ്രതിരോധ സംവിധാനത്തിന്റെ തകരാർ മൂലമാണെന്നും ഇറാൻ അവകാശപ്പെട്ടെങ്കിലും അമേരിക്ക ഇത് തള്ളിക്കളഞ്ഞു. കുവൈത്ത് പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഏകദേശം 30ഓളം ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളുമാണ് ഇറാൻ പ്രയോഗിച്ചത്. ഇതിൽ ഭൂരിഭാഗവും തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായി കുവൈത്ത് അറിയിച്ചു. അതേസമയം ഇറാനിലെ ക്വഷം ദ്വീപിലെ ആശയവിനിമയ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക തിരിച്ചടിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര വിരുദ്ധമായ ഇത്തരം പ്രസ്താവനകൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ഇതിനകം തന്നെ ലോകത്തിലെ എണ്ണ വിതരണത്തെയും വാണിജ്യത്തെയും ഗുരുതരമായി ബാധിക്കുന്ന രീതിയിൽ ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി രൂക്ഷമായിട്ടുണ്ട്. 2026 ഈ പ്രതിസന്ധി 1970കളിലെ ഊർജ്ജ പ്രതിസന്ധിക്ക് ശേഷമുള്ള ഏറ്റവും വലിയ വിതരണ തടസ്സമായാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടയിൽ അമേരിക്കൻ ഇടപെടൽ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഇല്ലാത്തതും ഇറാന്റെ ആണവ നിക്ഷേപങ്ങൾ സംബന്ധിച്ച അമേരിക്കയുടെ കർശന നിലപാടുകളും മേഖലയെ കൂടുതൽ സംഘർഷഭരിതമാക്കുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ വാക്പോര് ഒരു തെറ്റായ കണക്കുകൂട്ടലിലൂടെ പൂർണ്ണമായ യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ഭയമാണ് ലോകത്തിനുള്ളത്. കുവൈറ്റിലെയും ബഹ്റൈനിലെയും ആക്രമണങ്ങളും കടലിലെ ഇത്തരം ഏറ്റുമുട്ടലുകളും പശ്ചിമേഷ്യയെ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിൽ നിർത്തിയിരിക്കുകയാണ്. നയതന്ത്ര തലത്തിൽ അടിയന്തര ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ കൈവിട്ടു പോകാനാണ് സാധ്യതയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു.
ഈ സംഭവ വികാസങ്ങളെ അടിസ്ഥാനമാക്കി ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം പശ്ചിമേഷ്യയിൽ വലിയൊരു യുദ്ധഭീതിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് തങ്ങളുടെ യുദ്ധക്കപ്പലിനെ ആക്രമിച്ച ഇറാന്റെ അവകാശവാദവും അത് പച്ചക്കള്ളമാണെന്ന അമേരിക്കൻ സെൻട്രൽ കമാൻഡിന്റെ മറുപടിയും മേഖലയിൽ നയതന്ത്ര പ്രതിസന്ധിയെ അതീവ ഗുരുതരമാക്കിയിരിക്കുന്നു. കുവൈത്തിലെയും ബഹ്റൈനിലെയും ആക്രമണങ്ങളും ഈ സമുദ്ര ഏറ്റുമുട്ടലും ഒരേ സമയം നടക്കുന്നത് ഒരു ചെറിയ പിഴവിലൂടെ പോലും വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേക്കാമെന്ന ആശങ്ക ലോകരാജ്യങ്ങൾക്കിടയിൽ ഉയർത്തുന്നുണ്ട്. നയതന്ത്ര തലത്തിലുള്ള അടിയന്തര ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ ഇന്ധന വിതരണത്തെയും ആഗോള സമ്പദ് വ്യവസ്ഥയെയും പ്രതികൂലമായി ബാധിക്കുന്ന വലിയൊരു സംഘർഷത്തിലേക്ക് പശ്ചിമേഷ്യ നീങ്ങാനാണ് സാധ്യത.